ID the fake. പേര് പോലെ തന്നെ കറക്റ്റ് അവതരണം. കാരണം അടിപൊളി സ്റ്റോറി, സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞൊരു സിനിമ. ഇപ്പൊ ID ജസ്റ്റ് കണ്ടിറങ്ങി. നല്ല മൂവിയാണ്. എനിക്ക് നല്ലൊരു കണ്ടന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ പേർക്ക് പ്രശ്നങ്ങളുള്ള ഒരു കണ്ടന്റ് ആണത്, ലേഡീസിന് പ്രത്യേകിച്ചും. എന്താണെന്നും പറയുന്നില്ല, മൂവി കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. നന്നായി എടുത്തിട്ടുണ്ട്. ധ്യാന്റെ അഭിനയം ഒരു രക്ഷയില്ല. മൂവി ഒരു ചെറിയ തീം സോഷ്യൽ സബ്ജക്ട്, പക്ഷെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് കേട്ട കഥകളാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഹരാസ്മെന്റ് കാര്യങ്ങളൊക്കെ, പക്ഷെ അത് പ്രസന്റ് ചെയ്ത രീതി, പ്രത്യേകിച്ച് ക്ലൈമാക്സ്, ഒരാൾക്ക് എങ്ങനെ ആ ഫീലിങ്സ് വരുമ്പോ, വിഷമം വരുമ്പോ അത് തിരിച്ചു കൊടുക്കാന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം വയലൻസോ അങ്ങനെയല്ലാതെ ഇമോഷണലി എങ്ങനെ അത് കണക്ട് ആവുന്നുള്ളത്, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം തന്നെ വർക്കൗട്ടായി. ധ്യാന്റെ പെർഫോമൻസ് നല്ലായിരുന്നു. മ്യൂസിക്, BGM, പാട്ടുകളെല്ലാം കൊണ്ടും ഒരു കൊച്ചു മൂവിയാണ്, പക്ഷെ ക്യൂട്ട് മൂവിയാണ്. സോഷ്യൽ ലെവലിനായിട്ടുള്ള മെസ്സേജ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അവര്. വൾഗറായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്ലീഷ ആയിട്ടൊന്നും തോന്നിയില്ല. സോ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് വൺ ടൈം വാച്ചബിൾ ആവറേജ് മൂവിയാണ്. ധ്യാന്റെ പെർഫോമൻസും വില്ലന്റെ പെർഫോമൻസ് എടുത്തതാണ് നല്ലതായിരുന്നു. നമ്മൾ എന്തിനാ ഇപ്പൊ നമ്മളിപ്പോ ഒരു വിഷയം വരികയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും തല്ലി തീർക്കുക, ഒരു പക വെച്ച് കഴിഞ്ഞാൽ കൊന്നു തീർക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു റിവെഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിനെ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ ഒരു അത് മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക, ഒരു ഫാമിലിക്ക് എഫക്ട് ചെയ്യാതെ ഏത് രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും. കാരണം പല വിഷയങ്ങളും ഓരോ ഫാമിലികളിൽ കയറി വരുമ്പോൾ സൂയിസൈഡ് വരയ്ക്കും പോകുന്ന അവസ്ഥയാണ് ഓരോരുത്തരും വരുന്നത്. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം, എങ്ങനെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണം, പബ്ലിക്കിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ഈ പടം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ കാണിച്ച പോലെ ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ അത് ഫീലിങ്സോടുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും ഒരു മെസ്സേജ് ഉണ്ട്, അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർക്കും ചെറിയൊരു വാർണിംഗ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് സാധ്യത കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സിനിമാക്കാരും ഇതിൽ കാണിച്ചേക്കണം മാർക്കറ്റിംഗ് രംഗത്ത്. പക്ഷെ സിനിമാക്കാരും മാത്രമല്ല, മൊബൈൽ രംഗത്താണെങ്കിൽ ചെറിയ പലർക്കും ഇത് എൻഡ് ലൈഫിലുണ്ട്. അപ്പോ നല്ലൊരു എന്താ പറയാ മെസ്സേജ് ഉള്ള മൂവിയാണ്. ന്യൂജൻ കാണേണ്ട ഒരു മൂവിയാണ്. ന്യൂജൻ മാത്രമല്ല, എല്ലാ ജനും കാണേണ്ട മൂവി തന്നെയാണ്. എന്നാലും കൊള്ളാം, നല്ല പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാൻ തോന്നിയത്. കാരണം എന്താ പറയാ, എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഫേസ് മാത്രം മതി. ഇപ്പൊ എല്ലാവർക്കും അറിയാം അത് ഫേസ് മാത്രം മതി, ബോഡി വേറെ ഫിറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ പെൺകുട്ടികളുടെ വേഷവും ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇപ്പൊ വേഷം പറഞ്ഞിട്ടാ പോലും പെൺകുട്ടികളുടെ ഫേസ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രിയേഷൻ പറ്റും അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് അത്യാവശ്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ റിയൽ ലൈഫിൽ ഇത്രയും ഇമോഷണൽ ആൾക്കാരാണ് ഇങ്ങനത്തെ വീഡിയോ ഓഫ് ചെയ്തിരുന്നേന്നുള്ളത്. ഇമോഷണൽ ടച്ച് ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണ് പരമാവധി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നത്. എന്തായാലും കൊള്ളാം, നല്ല മൂവിയാണ്. എന്റെ ഇരുന്ന് പിടിച്ചിരുത്തും, നമ്മളെ ക്ലൈമാക്സ് വരെ പിടിച്ചിരുത്തും. കാണുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് സ്ത്രീകളുടെ ഉള്ളിൽ ഈ ഒരു നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാത്തൊരു കാര്യത്തിൽ ഇമോഷണലി നമുക്ക് വീക്ക് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അതൊരു പബ്ലിസിറ്റിയിൽ ഭയങ്കര നമുക്ക് കാണുന്നല്ല ഒറിജിനലി. ഓക്കെ, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോ എക്സ്പീരിയൻസ് കാണാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളെല്ലാരും കാണൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 2 മൂവീസ് കമ്മി ചെയ്തിട്ടുണ്ട്. ശരിട്ടോ. ഒരു സോഷ്യൽ ഇഷ്യൂ ആണല്ലോ നമ്മൾ സംസാരിച്ചേക്കുന്നത്. ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഹാപ്പിയാണ്. എനിവേ ഇറ്റ്സ് എ ഫാമിലി വാച്ച്. ആർക്ക് വേണമെങ്കിലും എല്ലാ ഫാമിലിക്കും വന്ന് കാണാം. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് സംസാരിച്ച് പോയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാരും തിയേറ്ററിൽ വരണം, ID ദി ഫേക്ക് കാണണം. താങ്ക് യു. അത് അതായത് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുമെന്നൊരു തോന്നലുണ്ടായി. ആൻഡ് ദെൻ ഹോപ്പ്ഫുള്ളി ഇറ്റ് വെന്റ് ഗുഡ്. എനിവേ താങ്ക് യു. അത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള ഒരു എന്താ പറയാ കടന്നുകയറ്റം, അതായത് സെക്ച്വലി സ്ത്രീകളെ അപമാനിക്കുന്നതും അവരറിയാതെ അവരുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പല പരിപാടികൾക്കുള്ള ഒരു ഇതാണ്. അപ്പോ വളരെ നല്ലൊരു മെസ്സേജാണ് ഈ പടത്തിൽ കൊടുക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സുരക്ഷ ഇല്ലാത്തൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല പടമാണ്. വളരെ നല്ല രീതിയിൽ മികച്ചതായിട്ട് എടുത്തിട്ടുണ്ട്.